ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ വലിയ ജനകീയമായ പിൻബലത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം എന്നെ സംബന്ധിച്ചുണ്ട്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി കെ അബ്ദുൽ ഖാദറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒരുപാട് ചുമതലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു പുതിയ ചുമതലയാണ്. അതിന് ആശംസ ആദ്യം നൽകുകയും ചെയ്യുന്നു. പുതിയൊരു ചുമതലയാണ്. അപ്പോൾ 2 തെരഞ്ഞെടുപ്പുകളൂടി ഈ കാലയളവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, പുതിയ ചുമതല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ പ്രസ്ഥാനം കരുത്തുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാണ്. വളരെ വലിയ കടന്നാക്രമണങ്ങളിലൂടെ അതിനെ അതിജീവിച്ചുകൊണ്ട് വന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള സാഹചര്യം തൃശൂർ ജില്ലയിലുണ്ട്. ഞങ്ങൾക്കെതിരായിട്ട് ഉയർന്നു വന്ന എല്ലാ കടന്നാക്രമണങ്ങളെയും, പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങളെ രാഷ്ട്രീയവും നിയമപരവുമായി നേരിടുന്നതിനാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി നേരത്തെ തീരുമാനിച്ചത്. അതിൽ ചില കാര്യങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ വലിയ ജനകീയമായ പിൻബലത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം എന്നെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലയളവിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പിന്നോട്ട് പോയതെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പാർട്ടിയിൽ വരേണ്ടതുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നു? അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം പ്രത്യേകമായിട്ടുള്ള ഒന്നായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ജനങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ ജില്ലയിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആവശ്യമായിട്ടുള്ള നയങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള നഗരസഭകളും പഞ്ചായത്തുകളും നല്ല നിലയിൽ ജനകീയ അംഗീകാരത്തോടുകൂടി തിരിച്ചു വരും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവാം. കഴിഞ്ഞ കാലങ്ങളിലെ കുറച്ച് പ്രശ്നങ്ങൾ നോക്കിയാൽ സഹകരണ മേഖലയിൽ കരുവന്നൂരടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നത്, അതിനെ എങ്ങനെയായിരിക്കും നേരിടാൻ ഉദ്ദേശിച്ചത്? സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ഈ കരുവന്നൂർ പ്രശ്നം ഉണ്ടായ സന്ദർഭത്തിൽ അതിനുശേഷം വളരെ ജാഗ്രതയോടെ എല്ലാ മേഖലയിലും സബ് കമ്മിറ്റികൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രവണതകളെ ഒരു തരത്തിലും പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അതിനെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്നും ആ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക. ജനങ്ങളുടെ പിൻബലത്തോടുകൂടി, ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടിയാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളായാലും സഹകരണ സ്ഥാപനങ്ങളായാലും പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന നയം തന്നെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്.